സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾ തിയറി പഠിക്കുമ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം തിയറിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊടുക്കണം. ഈക്വൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും ആൻഡ് തിയറിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം തിയറിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. വിജയിക്കണ്ടേ? ഇത്രയും വർഷം തോറ്റുപോയില്ലേ? ഇത്രയും വർഷം തോറ്റുപോയി, ഇനി വിജയിക്കണ്ടേ? വിജയിക്കണ്ടേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യന്റെയും ആ 4 ഓപ്ഷന്റെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും പഠിക്കണം. അല്ലാതെ നിങ്ങൾ പലയിടത്തും കാണും പോലെ ക്വസ്റ്റ്യനും ആൻസറും മാത്രം കാണാതെ പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ തിയറിക്കൊപ്പം തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും കൊടുക്കണം. മറക്കരുത്. ഞാൻ പലവട്ടം പറയുന്ന കാര്യമാണ്. തിയറിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാനുള്ളത്. ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അത് കംപ്ലീറ്റ് പഠിക്കുക കേട്ടോ. കംപ്ലീറ്റ് പഠിക്കുക, ചോദ്യം വരും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സ്റ്റാർട്ട് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് കോമൺസ്റ്റ് കോംപ്ലിക്കേഷൻ ഓഫ് ദ മംസ് ഇൻ ദ അഡൽട്ട്? അഡൽട്ടിൽ ഉണ്ടാവുന്ന ദ മംസിന്റെ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ എന്താണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഡയറിയ അത് ന്യൂമോണിയ ആണോ, വോട്ടേഴ്സ് മീഡിയ ഓർ ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ആണോ, ഓർക്കൈറ്റിസും ആണോ, ഹെപ്പറ്റൈറ്റിസും പാൻക്രിയാറ്റൈറ്റിസും ആണോ? ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്താണ് നമുക്ക് ചോദിച്ച ഡിസീസ് കണ്ടീഷൻ എന്താണ്? അല്ല, ശരിയല്ലേ? നമുക്ക് ചോദ്യം വന്നെങ്കിൽ ആ ചോദിച്ച ഡിസീസ് കണ്ടീഷൻ എന്താണ്? മംസ് അല്ലേ? ഇവിടെ ചോദ്യം മംസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മംസ് എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിന്റെ പേരെന്താ? എന്ത് ഓർഗാനിസമാണ് മംസ് ഉണ്ടാക്കുന്നത്? മിക്സോ വൈറസ് ആണോ, പാരാമിക്സോ വൈറസ് ആണോ? ചോദ്യം വരും. മംസ് ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഓർഗാനിസം എന്താ? മിക്സോ വൈറസ് ആണ് മംസ് ഉണ്ടാക്കുന്നത്. ഒരിക്കലും മറക്കരുത്. മംസ് ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഓർഗാനിസിന്റെ പേരെന്താ? മിക്സോ വൈറസ് ആണ് മംസ് ഉണ്ടാക്കുന്നത്. മറക്കരുത്. ഇനി വീണ്ടും ചോദിക്കും, ഇൻക്യുബേഷൻ എത്രയാ? മംസിന്റെ ഇൻക്യുബേഷൻ എത്രയാ? 2 മുതൽ 3 ആഴ്ച അല്ലെ? 2 മുതൽ 3 ആഴ്ചയാണ് മംസിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. 2 മുതൽ 3 ആഴ്ച. പെരോട്ടിക് ഗ്ലാൻഡിലെ അവിടെ ഇൻഫ്ലമേഷൻ വരുന്നു, എൻലാർജ് ആവുന്നു, ടെൻഡർനെസ് ഉണ്ട്. ശരിയല്ലേ? മംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പോഴും പെരോട്ടിക് ഗ്ലാൻഡിനെ അഫക്ട് ചെയ്യുന്നത് അവിടെ ഇൻഫ്ലമേഷനും ടെൻഡർനെസ്സും ഉണ്ടാവുന്നു. മറക്കരുത്. മംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെരോട്ടിക് ഗ്ലാൻഡിന് ഇൻഫ്ലമേഷനും ടെൻഡർനെസ്സും എല്ലാം ഉണ്ടാക്കുന്നതാണ് മംസ് എന്ന് പറയുന്നത്. അവിടെയാണ് ചോദ്യം. കോമണസ്റ്റ് കോംപ്ലിക്കേഷൻ ഇൻ ദ അഡൽട്ട് എന്തായിരിക്കും? എന്തൊക്കെയാ ഇത്ര പറയുന്നുണ്ടേ? മോസ്റ്റ് കോംപ്ലിക്കേഷൻ എന്തൊക്കെയാ? ടെസ്റ്റിസിൽ എന്താ? ഇൻഫ്ലമേഷൻ ഓഫ് ദ ടെസ്റ്റിസ് ഉണ്ടാക്കും. ഓർക്കൈറ്റിസ് ആണോ? ഇൻഫ്ലമേഷൻ ഓഫ് ദ ടെസ്റ്റിസ് എന്താ? ഓർക്കൈറ്റിസ്. അത് ഒന്നാമത്തെ കോംപ്ലിക്കേഷൻ. ഇനി ഓവറിൽ എന്താ? ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓവറീസ് കളേഴ്സ് ഊഫ്രൈറ്റിസ്. അത് രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ. മൂന്നാമത് പാൻക്രിയാസിൽ എന്താ? ഇൻഫ്ലമേഷൻ ഓഫ് പാൻക്രിയാറ്റൈറ്റിസ് വിളിച്ചൂടെ? വിളിക്കാം. അപ്പൊ എന്തായിരിക്കും മെയിൻ ഇവിടെ വരുന്നത്? ഈ ഓപ്ഷനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് ദ മംസ് ഇൻ അഡൽട്ട് ചോദിച്ചാൽ എന്തായിരിക്കും? ആൻസർ മീ. എന്തായിരിക്കും? ഓർക്കൈറ്റിസ് ആൻഡ് ഊഫ്രൈറ്റിസ് അല്ലേ? ആൻസർ അല്ലേ? ഞാൻ ഫുൾ എക്സ്പ്ലനേഷൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ആലോചിച്ച് നോക്കിയേ. മംസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഓർഗാനിസം എന്താ? മിക്സോ വൈറസ് ആണ്. പെരോട്ടിക് ഗ്ലാൻഡിനെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു, എൻലാർജ്മെന്റ് ഉണ്ടാക്കുന്നു, ടെൻഡർനെസ് ഉണ്ടാക്കുന്നു. കോംപ്ലിക്കേഷനോട്ട് പോകുമ്പോൾ ടെസ്റ്റിസിലാണെങ്കിൽ ഓർക്കൈറ്റിസ്, ഓവറിലാണെങ്കിൽ ഊഫ്രൈറ്റിസ്, പാൻക്രിയാസിലാണെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഇവിടുത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ഓർക്കൈറ്റിസും ഊഫ്രൈറ്റിസുമാണ് ദ മെയിൻ കോംപ്ലിക്കേഷൻ ഓപ്ഷനകത്തുള്ളത്. കിട്ടിയ ഉത്തരം? കിട്ടിയില്ലേ? യെസ്, കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ.
I say, which one of the following are the most common, the life-threatening complication of the measles? Measles in the life-threatening complication, the diarrhea, pneumonia, otitis media, and the glomerulonephritis, orchitis, oophoridis, hepatitis, pancreatitis. Complication of the measles. അവിടെ അതിന് കുറച്ച് കാര്യം ഈ ചോദ്യം കിട്ടുമ്പോൾ ഫസ്റ്റ് ആണ് കാര്യം, മീസൽസിന് വേറെ പേരുണ്ടോ? മീസൽസിന് വേറെ പേരുണ്ടോ? ആർക്ക് പറയാം? മീസൽസിന് വേറെ പേരുണ്ടോ? റുബല്ലയാണോ ഓർ റുബിയോളയാണോ? റുബിയോള. റുബിയോള അല്ലേ? മീസൽസ് ഈസ് അതർവൈസ് നോൺ റുബിയോള എന്ന് വിളിക്കാറില്ലേ? വിളിക്കാറില്ലേ? റെഡ് സ്പോട്ട് ഇട്ടുണ്ട്. റെഡ് സ്പോട്ട്. മീസൽസ് ഈസ് അതർവൈസ് നോൺ ആസ് റുബിയോള, റെഡ് സ്പോട്ട് എന്നും അറിയാമെന്ന് മറക്കരുത്. മീസൽസിന്റെ മറ്റു പേരെന്താ? റുബിയോള അല്ലെങ്കിൽ റെഡ് സ്പോട്ട്. ഓർഗാനിസം എന്താ? മീസൽസിന്റെ ഓർഗാനിസം എന്താ? മറ്റത് മിക്സഡ് വൈറസ് ആണെങ്കിൽ, മംസിന്റെ മിക്സഡ് വൈറസ് ആണെങ്കിൽ മീസൽസ് എന്തായിരിക്കും? പാരോമിക്സോ വൈറസ് അല്ലെ? മീസൽസിന്റെ കോസേറ്റീവ് ഓർഗാനിസിന്റെ പേര് ചോദിച്ചാൽ പാരോമിക്സോ വൈറസ് ചോദിക്കും. മംസ് മിക്സോ വൈറസ് ആണെങ്കിൽ, മീസൽസ് ആണെങ്കിൽ പാരാമിക്സോ വൈറസ് ചോദ്യം വരും. കാരണം കൺഫ്യൂഷൻ ആവും. മംസ് എവിടെ ഇരിക്കുന്നു, മീസൽസ് എവിടെ? മീസൽസ് ആണെങ്കിൽ പാരാമിക്സോ വൈറസും, മംസ് ആണെങ്കിൽ മിക്സോ വൈറസും. ഈ പറഞ്ഞ മീസൽസിന്റെ അനദർ നെയിംസ് എന്തൊക്കെയാ? റുബിയോള, റെഡ് സ്പോട്ട് എന്ന് വിളിക്കാറുണ്ട്. ഇവിടെയാണ് എപ്പോഴും സ്ഥിരം ഒരു ചോദ്യമുള്ളത്. എന്താ ചോദ്യം? കോപ്ലിക് സ്പോട്ട് അല്ലേ? എന്താ കോപ്ലിക് സ്പോട്ട്? ഈ പറഞ്ഞ മീസൽസുമായി ബന്ധപ്പെട്ട് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. കോപ്ലിക് സ്പോട്ട് എന്താ? ബ്ലൂയിഷ് വൈറ്റ് സ്പോട്ട് ഓൺ എവിടെയാ? ബക്കൽ മ്യൂക്കോസയാണോ? ആണോ? ബ്ലൂയിഷ് വൈറ്റ് സ്പോട്ട് ഓൺ ബക്കൽ മ്യൂക്കോസയാണോ? ആണല്ലേ? കോപ്ലിക് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ബ്ലൂയിഷ് വൈറ്റ് സ്പോട്ട് ഓൺ ബക്കൽ മ്യൂക്കോസയാണ്. പ്രധാനമായിട്ടും മാൽന്യൂട്രീഷൻ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരല്ലേ, അവരാണ് എപ്പോഴും ഇത് കാണുന്നത്. കോപ്ലിക് സ്പോട്ട് എപ്പോഴും കാണുന്നത് എപ്പോഴും അല്ല, മാൽന്യൂട്രീഷൻ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ എപ്പോഴും കോപ്ലിക് സ്പോട്ട് കാണുന്നത്. സോ മീസൽസിന്റെ ഓർഗാനിസിന്റെ പേരെന്താ? ഈ പറഞ്ഞ പാരാമിക്സോ വൈറസ് അല്ലേ? പാരാമിക്സോ വൈറസ് ആണ്, മറക്കരുത്. ഇവിടെ ചോദ്യം എന്താ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കോമൺ ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ ഓഫ് ദ മീസൽസ്? എന്താ? ഡയറിയ ആൻഡ് ന്യൂമോണിയ അല്ലെ? ഡയറിയ, ന്യൂമോണിയ ആണ് മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് ദ മീസൽസ് എന്ന് പറയുന്നത്. അറിയായിരുന്നോ? ഇനി അറിയണ്ടേ? ഡയറിയ ഉത്തരം കിട്ടി. ഡയറിയ കിട്ടിയില്ലേ? എങ്കിൽ അറിയണം എന്താ ഡയറിയ. പഠിക്കുമ്പോൾ എല്ലാം പഠിക്കേണ്ട. ഡയറിയ എന്താണ്? ഡയറി എന്ന് പറയുമ്പോൾ ഇത് മോർ ദാൻ 3 ലിക്വിഡ് സ്റ്റൂൾ പെർ ഡേ അല്ലേ? ഒരു ദിവസം 3 അതിലധികമായിട്ട് ലിക്വിഡ് സ്റ്റൂൾ പോയാലല്ലേ ഡയറി എന്ന് പറയുന്നത്? അല്ലേ? അത് പറഞ്ഞെന്താണ്? ഇപ്പൊ അക്യൂട്ട് ഡയറി അല്ലേ? ഒരു ദിവസം 3 അതിലധികം സമയത്ത് എന്താണ് ഡയറി കഴിഞ്ഞാൽ അക്യൂട്ട് അല്ലേ? പക്ഷേ ഒരു 14 ദിവസം കഴിഞ്ഞാൽ ഡയറി ഉണ്ട്. 14 ദിവസം കഴിഞ്ഞാൽ ക്രോണിക് അല്ലേ? 14 ദിവസം കഴിഞ്ഞാൽ ക്രോണിക് ആയിരിക്കും. ഇവിടെ ചോദ്യമുണ്ട്, എന്തായിരിക്കും? ഡയറിയും ബന്ധപ്പെട്ട് കേരള PC എക്സാം ചോദ്യമാണ്. ഡയറി ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റാർട്ട് വർഷം അറിയാമോ? ഡയറി ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റാർട്ട് വർഷം. ഡയറി ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാണ്? ഡയറി ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം 1976 അല്ലേ? 1976ലാണ് ഡയറി
ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത വർഷം. ആൻഡ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എപ്പോഴാ? ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എപ്പോഴാ? 85, 86 കാലഘട്ടത്തിലെ 1985, 1986 കാലഘട്ടത്തിൽ ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത വർഷം. വീണ്ടും ചോദിക്കും, ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരുപാട് ചോദ്യമുണ്ട്. എല്ലാവരും എവിടെയെങ്കിലും എന്താ CSSM കേട്ടിട്ടുണ്ടോ? CSSM ചൈൽഡ് സർവൈവൽ ആൻഡ് ദ സേഫ് മദർഹുഡ് പ്രോഗ്രാം ഏത് വർഷമാ? ഇതും ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏത് വർഷമാ? 1992. 1992 1992 ഈ പറഞ്ഞ CSSM സ്റ്റാർട്ട് ചെയ്ത വർഷം. ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാം എന്ന വർഷം ഏതാ? 1992. RCH അപ്പോൾ RCH റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് 1997 ആണോ? 1997 മറക്കരുത്, ചോദ്യം വരും. കിട്ടിയോ? ഉത്തരം കിട്ടി. Which one of the following is the most common, the life-threatening complication of the measles ചോദിച്ചാൽ ഡയറി ന്യൂമോണിയ ആണ്. ഓപ്ഷനകത്തെ എവിടെയെങ്കിലും ഈ പറഞ്ഞ എന്താണ് ഹെപ്പറ്റൈറ്റിസ് കാണുന്നുണ്ടോ? ഹെപ്പറ്റൈറ്റിസ് കാണുന്നുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. എന്താ ഹെപ്പറ്റൈറ്റിസ് എന്താ? ഏതാ ടൈപ്പ് ഉണ്ട്? ഇത് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, G ഉണ്ടോ? ഉണ്ടല്ലോ. പ്രധാനമായിട്ട് അറിയണം എന്താ? Aയും Bയും Cയും Eയും ആണ്. Aയും Bയും Cയും Eയും ആണ് പ്രധാനം. സോ നോക്കാം, ഓപ്ഷനിൽ വരുന്ന ഹെപ്പറ്റൈറ്റിസ് നോക്കാം. എന്താണ് ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറഞ്ഞ എന്താ? ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്നത് ഓപ്ഷനിലുള്ള കാര്യം പറഞ്ഞാട്ടോ, ശ്രദ്ധിച്ചു കേട്ടോളാം. ഞാൻ ഓപ്ഷനകത്തുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ്. അറിയാറില്ലേ? ഹെപ്പറ്റൈറ്റിസ് Aയുടെ മറ്റൊരു പേരെന്താ? ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് Aയുടെ അനദർ നെയിം എന്താ? ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് വിളിക്കാം. അവിടെ ചോദ്യം, ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹെപ്പറ്റൈറ്റിസ് A. ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താ? ഹെപ്പറ്റൈറ്റിസ് A ആയ ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താ? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറുമല്ലേ? മറക്കരുത്. ഇൻക്യുബേഷൻ പീരീഡ് 2 മുതൽ 6 ആഴ്ച. ഹെപ്പറ്റൈറ്റിസ് A ആണെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാ? 2 മുതൽ 6 ആഴ്ച. ഹെപ്പറ്റൈറ്റിസ് Aയുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താ? കണ്ടാമിനേറ്റുള്ള ഫുഡും വാട്ടറുമാണ്. ഇൻക്യുബേഷൻ പീരീഡ് എത്രയാ? 2 മുതൽ 6 ആഴ്ച. 2 to 6 വീക്സ് ആണ് Aയുടെ ഇൻക്യുബേഷൻ പീരീഡ്. ഹെപ്പറ്റൈറ്റിസ് A മാത്രമേ ഉള്ളൂ. ഇത് B ഉണ്ടോ? B ഉണ്ട്. ഇത് A ആണെങ്കിൽ എന്താണ്? ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് അല്ലേ? ഹെപ്പറ്റൈറ്റിസ് A ആണെങ്കിൽ ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ്. അത് B ആണെങ്കിൽ എന്തായിരിക്കും? എപ്പോഴും തെറ്റിപ്പോകുന്ന കാര്യമാണ്. A ആണെങ്കിൽ ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് ആയി. B ആണെങ്കിൽ എന്തായിരിക്കും? ഹെപ്പറ്റൈറ്റിസ് B ആണെങ്കിൽ എന്ത് ടൈപ്പാണ്? സീറം ഹെപ്പറ്റൈറ്റിസ് അല്ലേ? സിറം ഹെപ്പറ്റൈറ്റിസ് വിളിക്കാം. ഹെപ്പറ്റൈറ്റിസ് B ആണെങ്കിൽ സിറം ഹെപ്പറ്റൈറ്റിസ് വിളിക്കാം. സിറം വാക്ക് കേൾക്കാറുണ്ട്. സിറം ഹെപ്പറ്റൈറ്റിസ് എന്താ? ഹെപ്പറ്റൈറ്റിസ് B ആണ്. ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താ? ഹെപ്പറ്റൈറ്റിസ് B ആയ സിറം ഹെപ്പറ്റൈറ്റിസ് മോഡ് എന്താ? സിറം എന്ന് പറയുമ്പോൾ തന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അറിയായിരിക്കും. ദ ബ്ലഡ് വഴി, സിറം വഴി അല്ലെ, സെക്ഷൽ റൂട്ട് വഴി, ദ മദർ ടു ചൈൽഡ് ബോഡി. ദ ബ്ലഡ് എന്ന് പറയുമ്പോഴും സെക്ഷലി ട്രാൻസ്മിറ്റ് എന്ന് പറയുമ്പോഴും മദർ ടു ചൈൽഡ് ഉണ്ടോടെ? മദർ ടു ചൈൽഡ് പോവാറുണ്ട്. അപ്പൊ ചോദ്യം വരും, ദ മദർ ടു ചൈൽഡ് ട്രാൻസ്മിറ്റ് ആവുന്ന ദ ടൈപ്പ് ഓഫ് ദ ഹെപ്പറ്റൈറ്റിസ് ഏതാ? A ആണോ? B ആണോ? C ആണോ? E ആണോ? മദർ ടു ചൈൽഡ് ട്രാൻസ്മിറ്റ് ആവുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാ? B ആണ്. മറക്കരുത്. മാത്രമല്ല സെക്ഷലി ട്രാൻസ്മിറ്റ് ആവുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാ? B ആണ്. ആൻഡ് ദ ബ്ലഡ് ബോൺ ഏതാ? ദ ബ്ലഡ് ബോൺ ഹെപ്പറ്റൈറ്റിസ് ഏതാ? B ആണ്. ഇനി കണ്ടാമിനേറ്റ് ഉള്ള ഫുഡ് വാട്ടർ ഏതാണ്? A ആണ്. A വഴിയാണെങ്കിൽ ഫുഡ് വാട്ടർ വഴി വരത്തുള്ളൂ. B ആണെങ്കിൽ ബ്ലഡ് ബോൺ ആണ്, സെക്ഷലി വരും,
the mother to child transmit ആവുന്ന ഇൻക്യുബേഷൻ എത്രയാ? 2 മുതൽ 6 വീക്ക് തന്നെയാണ് ഈ പറഞ്ഞ ബി എന്ന് പറയുന്നത്. ഇനി ഷെപ്പേർഡ് സി എന്താ പറയുന്നുമ്പേ കാണുന്നുണ്ടോ? വേറെ 2 ചോദ്യം, 2 ചോദ്യം നിറയെ എക്സ്പ്ലനേഷൻ, 2 ചോദ്യം, ഒരുപാട് എക്സ്പ്ലനേഷൻ. നിങ്ങൾ പഠിക്കുന്ന രീതി ഇതാവണം കേട്ടോ, അല്ലാതെ ഒരു ക്വസ്റ്റ്യനും ആൻസറും കാണാൻ പഠിക്കരുത്. ഒരു ക്വസ്റ്റ്യനും ആൻസറും മാത്രം കാണാൻ പഠിച്ചു പോകരുത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ 4 ഓപ്ഷൻ പഠിക്കണം. ആ 4 ഓപ്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും പഠിക്കണം. അതായിരിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്നുള്ളത് കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഇനി സി എന്താ? ഹെപ്പറ്റൈറ്റിസ് സി എന്താണ്? ട്രാൻസ്മിഷൻ എന്താ? സിയുടെ ബ്ലഡ് അല്ലേ? ഹെപ്പറ്റൈറ്റിസ് സി ആയാലും ട്രാൻസ്മിഷൻ എന്താ? ബ്ലഡ് അല്ലേ? ബ്ലഡ് ആണ്. So C is called as hepatitis. C is called as transfusion hepatitis. Hepatitis C is called as transfusion hepatitis. വിളിക്കാൻ മറക്കരുത്. ഇൻക്യുബേഷൻ എത്രയാ? 6 മുതൽ 7 ആഴ്ച. 6 മുതൽ 7 ആഴ്ചയാണ് സിയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഈ എന്താണ്? ഈ ചോദിച്ചാലും അത് ഇയും എയും ഒരുപോലെയാണ്. കാരണം അതിന്റെ പറഞ്ഞ എന്താണ് മോണോ ട്രാൻസ്മിഷൻ എന്താ? ഇത് ഇ ആണെങ്കിൽ എ ആണെങ്കിൽ കണ്ടാമിനേറ്റഡ് ഫുഡും വാട്ടറും വഴിയാണ് എപ്പോഴും ട്രാൻസ്മിറ്റ് ആകുന്നത്. കിട്ടിയോ? യെസ് കിട്ടി. ഈ ഓപ്ഷനകത്ത് ഈ പറഞ്ഞ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്താ? ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്തായിരിക്കും? അക്യൂട്ട് ക്രോണിക് ഉണ്ടോ? ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് അക്യൂട്ട് ക്രോണിക് ഉണ്ടോ? അക്യൂട്ട് എന്തായിരിക്കും? അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അഫക്ട് ചെയ്യുന്ന എവിടെയാ? ഗ്ലോമറസ് അല്ലേ? സ്കിൻ ഇൻഫെക്ഷനോ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ആദ്യം പറയാം അല്ലേ? ഒരു സ്കിൻ ഇൻഫെക്ഷനോ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ഫസ്റ്റ് വരാറുണ്ട്. ശേഷമായിട്ട് ഓർഗാനിസം എന്താ? ദ ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിസ് സ്ട്രെപ്റ്റോകോക്കസ് അല്ലേ? ദ ഗ്ലോമറുലോ നെഫ്രൈറ്റിസിന്റെ കോസൈറ്റീവ് ഓർഗാനിസം ഏതാ? ഓപ്ഷനത്തെ കാര്യമാ. ദ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് കോസൈറ്റീവ് ഓർഗാനിസം ഏതാ? ദ ഗ്രൂപ്പ് ദ ബി ബീറ്റ ഹീമോലൈറ്റിസ് സ്ട്രെപ്റ്റോകോക്കസ്. കാരണം ഓർഗാനിസം വരുന്നു, അവൻ പ്രധാനമായിട്ട് എന്തുണ്ടാക്കി? ഇൻഫ്ലമേഷൻ അല്ലേ? ഇത് ഗ്ലോമറുലസ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി പതിയെ ഡാമേജ് ഉണ്ടാക്കി, ഹെമച്ചൂറിയ പ്രോട്ടീനൂറിയ എല്ലാം ഉണ്ടാക്കി. ഇൻഫ്ലമേഷൻ കാരണം കിഡ്നിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. പതിയെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആയിട്ട് ഹെമച്ചൂറിയ, പ്രോട്ടീനൂറിയ, ഹൈപ്പർ ടെൻഷൻ, എഡിമ എല്ലാം ബോഡി ഉണ്ടാവും. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഗ്ലോമറുലോ നെഫ്രൈറ്റിസിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ചോദ്യമുണ്ട്. കോള കളയുടെ യൂറിൻ എവിടെ കാണും? പല എക്സാമിനും കണ്ട ചോദ്യമാണ്. ദ കോള കളർ യൂറിൻ എവിടെ കാണും? ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് അല്ലേ? ഓപ്ഷനകത്തുള്ള ഒരു കാര്യമാണ്. ആലോചിച്ച് നോക്കുക. ഓപ്ഷൻ ഉണ്ട്, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഉണ്ട്. ചോദ്യം ഇതാണ്, കോള കളർ യൂറിൻ എവിടെ കാണും? ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആണ്. കോള കളർ യൂറിൻ എവിടെ കാണും? ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആണ്. മറക്കരുത്. കിട്ടിയോ? 2 ചോദ്യം ഫുൾ എക്സ്പ്ലെയിൻ കിട്ടിയോ? 2 ചോദ്യം ഫുൾ എക്സ്പ്ലനേഷൻ കിട്ടിയോ? ഈ ഒരു ക്ലാസ് കാണുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. എന്റെ തിയറി ക്ലാസ്സോടൊപ്പം തന്നെ ഇതുപോലെ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷനും കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കുക. ഉറപ്പായിട്ടും വിജയം ഉണ്ടായിരിക്കും. ഈ ക്ലാസ് കാണുന്നവർ ഈ ക്ലാസ് കണ്ടിട്ട് ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് കണ്ടവർ എല്ലാ